പൊന്നാനിയിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 700 ലിറ്ററോളം മണ്ണെണ്ണ പിടികൂടി. പൊന്നാനിയിൽ 700 ലിറ്റർ സബ്സിഡി മണ്ണെണ്ണയാണ് താലൂക്ക് സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ പിടിച്ചെടുത്തത്. മത്സ്യഫെഡ് മുഖേന വിതരണം ചെയ്യുന്ന വെള്ളമണ്ണെണ്ണയാണ് പൊന്നാനി അലിയാർ പള്ളിക്ക് മുൻവശത്തെ കെട്ടിടത്തിൽ നിന്നും പിടിച്ചെടുത്തത്. മീൻപിടുത്ത യാനങ്ങൾക്കുള്ള പെർമിറ്റ് മണ്ണെണ്ണ അനധികൃത ഗോഡൌണിൽ വൻതോതിൽ വന്നതിനെക്കുറിച്ചുള്ള പ്രാഥമിക അന്വേഷണം പോലും ഉണ്ടായിട്ടില്ല. കെട്ടിട ഉടമസ്ഥന്റെ വിശദാംശങ്ങൾ പോലും ലഭ്യമായില്ലെന്നാണ് താലൂക്ക് സപ്ലൈ ഓഫീസിൽ നിന്ന് ലഭ്യമായ വിവരം. ഇലക്ട്രിസിറ്റി കൺസ്യൂമർ നമ്പർ രേഖപ്പെടുത്തിയാണ് കെട്ടിട നമ്പർ പരിശോധനാ ഫയലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സബ്സിഡി നിരക്കിൽ മണ്ണെണ്ണ വാങ്ങിച്ച ശേഷം വൻതുകയ്ക്ക് മറിച്ചു വിൽക്കുന്ന സംഘമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് ആരോപണം. മത്സ്യത്തൊഴിലാളികൾക്ക് തുച്ഛമായ പണം നൽകി അവരുടെ മണ്ണെണ്ണ വാങ്ങിച്ച ശേഷം ഇരട്ടി ലാഭത്തിൽ മറിച്ചു വിൽക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടേറെ പെർമിറ്റുകളുമായി വരുന്നവർക്ക് മണ്ണെണ്ണ വൻതോതിൽ മറിച്ചു വിൽക്കുന്ന മത്സ്യഫെഡ് ഉദ്യോഗസ്ഥർക്കെതിരെയും അന്വേഷണം വേണമെന്നാണ് ആവശ്യം. പെർമിറ്റ് അനുവദിക്കപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെ അസാന്നിധ്യത്തിലാണ് മറ്റൊരാൾക്ക് മണ്ണെണ്ണ അനുവദിച്ചു നൽകുന്നത്. പെർമിറ്റ് മണ്ണെണ്ണ വൻതോതിൽ മത്സ്യഫെഡിൽ നിന്ന് 1-2 വാഹനങ്ങളിൽ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് കയറ്റിക്കൊണ്ടുപോവുകയാണ്. മീൻപിടുത്ത മേഖലയെ സംരക്ഷിക്കാൻ നടപ്പാക്കിയ പദ്ധതിയാണ് ദുരുപയോഗം ചെയ്യുന്നത്. കാലത്ത് 10 മണിക്ക് ഗവൺമെന്റ് ഫോണിൽ സപ്ലൈ ഓഫീസർ ഫോണിലേക്ക് ഒരു സന്ദേശം ലഭിക്കുകയും ഇങ്ങനെ അലിയാർ പള്ളി റോഡിലുള്ള ഈ അനധികൃതമായ ഒരു കെട്ടിടത്തിൽ കുറച്ച് മണ്ണെണ്ണ സ്റ്റോക്ക് ചെയ്തിട്ട് വിതരണം നടത്തുന്നുണ്ട്. പല അവസരങ്ങളിലുമായിട്ടുള്ള രഹസ്യ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർ റേഷൻ ഇൻസ്പെക്ടർ ഉള്ള ടീം ഇവിടെ സ്ഥലത്തെത്തിയത്. കൂടെ ഞങ്ങളുടെ സബ് ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു പോലീസിൻ്റെ. അങ്ങനെ ഞങ്ങൾ ഈ കെട്ടിടത്തിൻ്റെ ഡോറ് തുറന്ന് പരിശോധിക്കുകയും അവിടെ 700ഓളം ലിറ്റർ മണ്ണെണ്ണ അനധികൃതമായിട്ട് സൂക്ഷിച്ചതായി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. എവിടുന്നാണ് സോഴ്സ് കണ്ടെത്തിയില്ല. എവിടുന്നാണ് ഈ മണ്ണെണ്ണ എടുത്തതെന്നതിനെ കുറിച്ച് പിന്നീട് അന്വേഷണത്തിന് അറിയാം. സർ, ഈ മണ്ണെണ്ണ റേഷൻ കടകൾ വഴി വിതരണം ചെയ്തതാണോ അതോ ഈ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ കിട്ടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് മണ്ണെണ്ണ വിതരണം ചെയ്യാൻ വേണ്ടി പെർമിറ്റ് മണ്ണെണ്ണയാണ് സബ്സിഡിയായിട്ട് സർക്കാർ സബ്സിഡിയായിട്ട് കൊടുക്കുന്ന മണ്ണെണ്ണയാണെന്നാണ് അറിയാൻ കഴിയും. പരിശോധനയ്ക്ക് പൊന്നാനി താലൂക്ക് സപ്ലൈ ഓഫീസർ VG മോഹൻദാസ്, റേഷനിംഗ് ഇൻസ്പെക്ടർ പൊന്നാനി SI ഷിജിമോൻ, VB അനിൽകുമാർ, PK ദീപു എന്നിവർ നേതൃത്വം നൽകി. NCV ന്യൂസ് പൊന്നാനി. കണ്ടില്ലേ, കാഴ്ചകൾ പലത്, ആവശ്യങ്ങൾ പലത്. എന്നും നിങ്ങൾക്ക് താങ്ങായി റിലയന്റ് ക്രെഡിറ്റ്സ്. പണയം വെക്കുന്നത് സ്വർണമാണ്, അഭിമാനമല്ല.